ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പൈനാപ്പിൾ കൊണ്ടുള്ള ഒരു ഇലയടയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പൈനാപ്പിൾ ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് 2 ബൗളിലേക്ക് ഇടാം. ആദ്യത്തെ ബൗളിലുള്ള പൈനാപ്പിൾ ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് വെള്ളം ചേർക്കാതെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. രണ്ടാമത്തെ ബൗളിലുള്ള പൈനാപ്പിളും ഇതുപോലെ വെള്ളം ചേർക്കാതെ അത് നന്നായി അരച്ചെടുക്കണം. അത് കഴിഞ്ഞ് 1 കപ്പ് ചിരകിയ ശർക്കര, അല്പം വെള്ളം ചേർത്ത് ശർക്കര പാനി തയ്യാറാക്കാം. ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് അത് ചൂടായി വരുമ്പോൾ 2 ടീസ്പൂൺ നെയ്യ് ചേർക്കാം. എന്നിട്ട് ആദ്യം തയ്യാറാക്കി വെച്ച ക്രഷ് ചെയ്ത പൈനാപ്പിൾ നെയ്യിലേക്ക് ചേർക്കാം. 2 മിനിറ്റ് കഴിഞ്ഞ് നന്നായി അരച്ചെടുത്ത പൈനാപ്പിൾ പേസ്റ്റും കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് 5 മിനിറ്റ് കഴിഞ്ഞ് തയ്യാറാക്കി വെച്ച ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. ശർക്കര പാനി ഒന്ന് കുറുകി വരുമ്പോൾ 1 കപ്പ് ചിരകിയ തേങ്ങ കൂടി നമുക്ക് ചേർക്കാം. അത് കഴിഞ്ഞ് 2-3 ഏലക്ക പൊടിച്ചതും ചേർത്ത് അത് നന്നായി കുറുകി വരുമ്പോൾ അതിലേക്ക് 1 കപ്പ് റോസ്റ്റഡ് റവ ചേർത്ത് കൊടുക്കാം. 5 മിനിറ്റ് നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം അതിലേക്ക് നെയ്യിൽ വറുത്ത കാഷ്യൂ നട്ട്സ്, മുന്തിരി എന്നിവ കൂടി ചേർത്ത് നന്നായി കുഴച്ചെടുക്കാം. കുഴച്ചെടുത്ത മാവ് ചെറിയ സ്ക്വയർ ഷേപ്പിൽ ഉരുട്ടിയെടുത്ത് വാഴയിലേക്ക് വച്ച് ഓരോന്നായി നമുക്ക് മടക്കിയെടുക്കാം. ഈ സമയം സ്റ്റീമറിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഓരോ ഇലയുടെയും അതിനകത്തേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായി അടച്ചു വെച്ച് 15 മിനിറ്റ് കുക്ക് ചെയ്യാം. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ നന്നായി കുക്കായിട്ടുണ്ട്. ഇവിടെ പൈനാപ്പിൾ ഇലയട തയ്യാറായിട്ടുണ്ട്. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. എല്ലാവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സ്വാദേറിയ ഒരു സ്നാക്സാണിത്. ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് നിങ്ങൾ അറിയിക്കണേ. അപ്പോൾ മറ്റൊരു വിഭവമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്